ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ ഇഷാം ബൾഡിന ഈ ഒരു സീസൺ ഇതുവരെ ESL കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കളിക്കാനായി സാധിച്ചിട്ടുണ്ടായില്ല. മാർക്കസ് പെർഗലാവു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷാം ബൾഡിനക്ക് പരിക്കാണ്, 10 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുമെന്നുള്ളത്. പിന്നീട് ഇപ്പോൾ 19 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നു. ഷബളിർക്ക് വീണ്ടും പരിക്കായി. ഇപ്പോൾ പരിക്ക് മാറിക്കൊണ്ട് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഷബളിനിത എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്വാഡുമായിട്ട് ഷബളിനിത ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിലെ മറ്റൊരു താരമായ അസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റാണ് 19 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് പുറത്തുവിട്ടിട്ടുള്ളത്. അസറും പരിക്ക് മാറിക്കൊണ്ട് ടീമുമായി ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ ഒരു പക്ഷേ സ്ക്വാഡുമായി ജോയിൻ ചെയ്തേക്കാമെന്നാണ് ഇപ്പോൾ ധനഞ്ജയ് പുറത്തുവിടുന്നത്. ഇപ്പോൾ പരിക്ക് മാറിക്കൊണ്ട് ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുള്ള ഇരു പ്ലേയേഴ്സും അടുത്ത 2 മത്സരത്തിനുള്ളിൽ അസർ ടീം ലെവലിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ധനഞ്ജയ് പുറത്തുവിട്ടുള്ളത്. 19 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയാണ് ഇതിന് അപ്ഡേറ്റ് പുറത്തുവിട്ടുള്ളത്. ഒരുപക്ഷെ അടുത്ത 2 മത്സരത്തിനുള്ളിൽ അസർ സ്ക്വാഡുമായി ജോയിൻ ചെയ്തേക്കാം.